അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് നോക്കി എടുക്കുക. അതുപോലെ തന്നെ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ 200 ഗ്രാം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പച്ചമുളക് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പച്ചമുളക് ഇതുപോലെ എടുക്കുക. അതിന്റെ ഞെട്ടൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ കുറച്ച് ഭാഗം വിട്ടിട്ട് കട്ട് ചെയ്യുക. താഴറ്റവും കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം. ഇതുപോലെ നടുഭാഗത്ത് മാത്രം കട്ട് ചെയ്യുക. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ കുരു മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരു മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് കുരു ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാ പച്ചമുളകും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പച്ചമുളകെല്ലാം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പ് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ നടുഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് മുളകിന്റെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടണം. അപ്പൊ അതാ മുളക് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മുളക് നമുക്ക് ഒന്ന് ആവിയേറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തട്ട് വെച്ച് കൊടുക്കാം. ഇനി പച്ചമുളക് ഓരോ കുഴിയിലേക്ക് വെച്ച് കൊടുക്കാം. 2 തട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ പച്ചമുളക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കാം. ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം പകുതി വെള്ളം ഒഴിച്ചിട്ട് കലക്കാം. 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം വരും. വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസ് ആവാനും പാടില്ല. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ പച്ചമുളക് ആവിയേറ്റാൻ വെച്ചിട്ട് 5 മിനിറ്റായി മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, പച്ചമുളകെല്ലാം വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമല്ല, ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ജീരകം ഒഴിവാക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്ത 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികളാണ്. പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ആവിയേറ്റ് വേവിച്ചെടുത്ത പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാട് വേവൊന്നുമില്ല, നമ്മൾ ആവിയേറ്റ് എടുത്തതുകൊണ്ട് പച്ചമുളക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളകിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ആവിയേറ്റ് വേവിച്ചെടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മിനിറ്റ് ആയി. എല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ തൈര് ഈ മുളകുമായിട്ട് ഒന്ന് യോജിച്ച് മുളകിൻ്റെ ആ എരിവെല്ലാം ഒന്ന് കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ആ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. മൂടി വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് റെഡിയാക്കി എടുക്കാം. എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് നെയ്യോ ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ ഒരു ടിഷ്യൂ വെച്ചിട്ടോ ഒന്ന് തുടയ്ക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒന്നും കൂടി കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് പരത്തിയെടുക്കുക. ഒരു വശം വെന്ത് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആവുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നല്ലോണം ഒന്ന് മൊരിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വശവും നല്ലോണം മൊരിഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ദോശയും ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ് ഈ ദോശ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കണ്ടില്ലേ.
അപ്പോൾ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ മുളക് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ മുളക് കറി തയ്യാറാക്കി നോക്കുക. ദോശയുടെ കൂടെ മാത്രമല്ല, ചോറിന്റെ കൂടെയും എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ദോശയും മുളക് കറിയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്